Hi students, first of all I wish you a good day. Plus 2 physicsile 6th ചാപ്റ്ററിലേക്കാണ് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. കഴിഞ്ഞ 5 ചാപ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ 6th ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മളെ ചാപ്റ്ററുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നിരുന്നത് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ള 2 ഐഡിയാസും അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള 2 ഐഡിയാസുമാണ് ഫസ്റ്റ് 2 ചാപ്റ്ററിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് മീൻസ് ബേസിക്കലി എ ചാർജ് അറ്റ് റെസ്റ്റ് പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. റെസ്റ്റിംഗ് ചാർജ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ഓൺലി എന്നുള്ള കൺസെപ്റ്റാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. 3rd ചാപ്റ്റർ എത്തിയപ്പോൾ, കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്റർ എത്തിയപ്പോൾ, യൂണിഫോം മോഷനിലുള്ള ചാർജസ് ദേ വിൽ പ്രൊഡ്യൂസ് സം എഫക്ട്സ് ലൈക്ക് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കണ്ടക്ടേഴ്സിന് ഉണ്ടാകുന്ന റെസിസ്റ്റിവിറ്റി എന്നുള്ള കുറേ ഐഡിയാസ്, പിന്നെ ആ റെസിസ്റ്റേഴ്സിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ചാർജിൻ്റെ ഫ്ലോ എന്താണെന്നാണ് 3rd ചാപ്റ്ററിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് വന്നപ്പോൾ, 4th ചാപ്റ്ററിലേക്ക് വന്നപ്പോൾ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ചാർജസ് യൂണിഫോം മോഷനിൽ ആയാൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഒരു വയറിലൂടെ പാസ് ചെയ്താൽ ഒരു ചാർജ് യൂണിഫോം മോഷനിലായാൽ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ്. ഇലക്ട്രിക് കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ഐഡിയ ആണ് ബേസിക്കലി 4th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കൂടെ ചാർജസ് മോഷനിലാണെങ്കിൽ അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും, ആ ഫോഴ്സിന് മാഗ്നറ്റിക് റെസൊണൻസ് ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത ചാപ്റ്ററിലെത്തിയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെയും സോഴ്സുകളുണ്ട് കറണ്ട് അല്ലാതെ. മാഗ്നറ്റ്സ്, പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ട്, ബാർ മാഗ്നറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ. എർത്തിന് തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ 5th ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത അടുത്ത ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇൻ ഷോർട്ട് EMI എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഈസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, ഓയിസ്റ്റഡ് എന്നൊക്കെ വായിക്കാം. ഈസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് മൂവിങ് ചാർജസിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യമാണ്. ആ സയൻറ്റിസ്റ്റ് മനസ്സിലാക്കിയൊരു കാര്യം, ഒരു സെറൻഡിപ്പിറ്റി ആയിട്ട് അല്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡൻ്റലായിട്ടുള്ളൊരു ഡിസ്കവറി നടത്തി. ഇലക്ട്രിക് കറണ്ട് ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് എഫക്റ്റ്, മാഗ്നറ്റിക് ഫീൽഡ്. അതിന്ന് മനസ്സിലാക്കുന്ന ഫിസിക്സ് മനസ്സിലാക്കിയത് കാര്യം ഇതാണ്, ഇലക്ട്രിസിറ്റി ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിസം എന്നാണ്. ഓക്കെ, ഇലക്ട്രിസിറ്റിയിൽ നിന്ന് മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ സയൻറ്റിസ്റ്റുകളുടെ ചിന്തയായിരുന്നു, ഓക്കെ, മൈക്കൽ ഫാരഡെ, ഹെൻറി പോലുള്ള സയൻറ്റിസ്റ്റുകളുടെ ചിന്തയായിരുന്നു, എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് മാഗ്നറ്റിസം പോസിബിൾ ആണെങ്കിൽ എന്തുകൊണ്ട് മാഗ്നറ്റിസത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തുകൂടാ? ഈ ചിന്തയിൽ നിന്ന് വന്ന ഉത്തരമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദാറ്റ് മീൻസ് ഐസ്റ്റഡ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രിസിറ്റി ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിസം ആൻഡ് ഫാരഡെ ആൻഡ് ഹെൻറി പ്രൂവ്ഡ് ദാറ്റ് മാഗ്നറ്റിസം ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇതാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്കൽ ഫാരഡെ ഫ്രം ബ്രിട്ടൻ, ഓക്കെ, ഗ്രേറ്റ് ബ്രിട്ടൻ, ആൻഡ് ഹെൻറി ഫ്രം അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഈ 2 പേരും ഒരേ കാലത്ത്, ഒരു സോഷ്യൽ മീഡിയം ഇല്ലാത്ത കാലത്ത്, ഒരു കണക്ടിവിറ്റി ഇല്ലാത്ത കാലത്ത് 2 പേരും ഒരേ ഫിസിക്സിലെ തോട്ടിനെ ഒരു ഔട്ട്പുട്ടാക്കാൻ ശ്രമിക്കുകയും 2 പേരും എക്സ്പെരിമെൻറ്റ് ചെയ്യും, വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ 2 പേരും ഒരുപോലെ കോൺട്രിബ്യൂട്ടഡാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക്. ഞാൻ നിങ്ങളെ ബേസിക്കായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ എന്ന് പറയാം. അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റ് വഴി നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പ് നമ്മൾ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളതിന് ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് തരാം. അതെന്താണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ 1 by 1 നമ്മൾ ഡിസ്കസ് ചെയ്യും ആഫ്റ്റർ 3 എക്സ്പെരിമെൻറ്റ്സ്. ഓക്കെ, നോക്കൂ, ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. Whenever there is a change in magnetic flux associated with a coil or a conductor, an EMF is induced in it. And this EMF is known as induced EMF, and this phenomenon is known as electromagnetic induction. If the circuit is closed, there will be a current through that circuit, and that current is known as induced current. ഇതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. തൽക്കാലം നിങ്ങളുടെ ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലിരിക്കണേ. ഓക്കെ, see, we'll move to the experiments conducted by Michael Faraday and Henry. First experiment,
and that experiment is known as coil magnet experiment. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്. ഒരു കോപ്പർ കോയിൽ എടുത്തു, ആ കോയിലിൻ്റെ എൻഡ് ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഗാൽവനോമീറ്റർ ഇല്ലെങ്കിലും നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ചെറിയ ടോർച്ചിൻ്റെ ബൾബില്ലേ, ഇത് കണക്ട് ചെയ്താൽ മതി. നോക്കൂ, അതിൻ്റെ അടുത്തേക്ക്, ആ കോയിലിൻ്റെ അടുത്തേക്ക് ഒരു ബാർ മാഗ്നറ്റിനെ മൂവ് ചെയ്യിപ്പിച്ചു. When the bar magnet is moved towards the coil and there is deflection in the galvanometer or the bulb glows. Deflection എന്നുള്ളതിന് പകരം bulb glow ചെയ്യും. Okay. ഇനി when the magnet is moved away from the coil, again there is deflection in the galvanometer, but in opposite direction. നേരത്തെ galvanometer deflect ചെയ്തതിന് opposite ആണ് രണ്ടാമത്തെ പ്രാവശ്യം deflect ചെയ്തത്. And when the magnet is moved faster, then the deflection is large. Okay, when the magnet is stationary inside the coil or outside the coil, there is no deflection. ഇതാണ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിന് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, whenever there is a relative motion between the coil and the magnet, okay, an EMF is generated and a current is generated in the coil എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കൂ, രണ്ടാമതൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. നോക്കൂ എന്താ വ്യത്യാസം. കോയിലുണ്ട്, പക്ഷെ മാഗ്നറ്റിന് പകരം നമ്മൾ യൂസ് ചെയ്തത് ഒരു കോയിൽ തന്നെയാണ്. രണ്ട് കോയിൽസ് ഉണ്ട്, C1 C2. രണ്ടും കോയിൽസാണ്. C1 സാധാരണ നേരത്തുള്ള അതേ കോയിൽ തന്നെ. C2 എന്ന് പറയുന്നത് മാഗ്നറ്റിന് പകരമാണ്. എന്താണ് യൂസ് ചെയ്തത് മാഗ്നറ്റിന് പകരം? നോക്കൂ, ഒരു കോയിൽ എടുത്തു, അതിൻ്റെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഇലക്ട്രോമാഗ്നറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ജസ്റ്റ് ലൈക്ക് എ ബാർ മാഗ്നറ്റ്. അപ്പോൾ ബാർ മാഗ്നറ്റിന് പകരം ഒരു ടെമ്പററി മാഗ്നറ്റ്, ഇലക്ട്രോമാഗ്നറ്റ് ആണ് യൂസ് ചെയ്തതെന്ന് മാത്രം. ഇതേ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു. when the C2 is moved towards C1, there is deflection in the galvanometer connected with C1. When the C2 is moved away from the coil, again there is deflection in the galvanometer connected with the C1. When the coil C2 is moved faster, then again the deflection is large. Okay, when C1 and C2 kept stationary, when there is no relative motion between C1 and C2, അതായത് C1 C2ൻ്റെ അടുത്തേക്കോ C2 C1ൻ്റെ അടുത്തേക്കോ മൂവ് ചെയ്യിപ്പിച്ചില്ല, അതിൻ്റെ അർത്ഥം റിലേറ്റീവ് മോഷൻ ഇല്ല. ആ കേസിൽ there is no deflection in the galvanometer. ഇതാണ് കിട്ടിയ റിസൾട്ട്. So conclusion again, the relative motion between the coils produce electric current or induced current in the coil. ഇതാണ് സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ. സോ എക്സ്പെരിമെൻറ്റ് നമ്പർ 3, ഇതും കോയിൽ എക്സ്പെരിമെൻ്റ് തന്നെയാണ്. രണ്ട് കോയിൽസ് ഉണ്ട്, പക്ഷേ വ്യത്യാസം എന്താ നോക്കൂ, ദ ഫിഗർ നോക്കൂ. രണ്ട് കോയിൽസ് തന്നെയാണ്, പക്ഷേ ഒന്നാമത്തെ കോയിലിൽ C1 കറക്റ്റ് അതുപോലെ ഗാൽവനോമീറ്റർ ഉണ്ട്. രണ്ടാമത്തെ കോയിലിൽ എന്ത് ചെയ്തിരിക്കുക, കണക്റ്റഡ് വിത്ത് എ ബാറ്ററി. അതും പഴയ പോലെ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് പോലെ തന്നെ, പക്ഷേ അതിൻ്റെ കൂടെ ഒരു കീ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. കെ സ്വിച്ചാണ്, ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും, കറണ്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ഇനി എന്താണ് എക്സ്പെരിമെൻ്റ് നോക്കൂ. ദ ഗാൽവനോമീറ്റർ ഷോസ് momentary deflection when the tapping key K is pressed. Key press ചെയ്ത സമയത്ത് deflection. Key release ചെയ്യുമ്പോഴും deflection. When the key is pressed continuously, that means on സ്റ്റേറ്റിൽ നിർത്തി, key on ചെയ്ത് നിർത്തി, switch on ചെയ്ത് നിർത്തി, there is no deflection in the galvanometer. Okay, നേരത്തെ പറഞ്ഞ പോലെ when the key is released, there is momentary deflection in the galvanometer in opposite direction. ഇതാണ് കിട്ടിയത്. So the deflection dramatically increases when an iron rod is introduced to the coil. Okay, ആ കോയിലിലേക്ക് ഒരു അയൺ റോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ഈ മൂവ് ചെയ്യുന്ന കോയിലിൽ ഒരു അയൺ റോഡ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ദ ഡിഫ്ലക്ഷൻ ഇസ് ലാർജ്. ഓക്കെ, ഇതാണ് കിട്ടിയ റിസൾട്ട്. ഇത് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഈ മൂന്ന് കേസിൽ കൂടി ശ്രദ്ധിക്കൂ, ഈ മൂന്ന് കേസിൽ കൂടി നമുക്ക് കോമൺ ആയിട്ട് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാവുകയാണ് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാവുകയാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്യാണ്. നമുക്കതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ള ഐഡിയ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഈ മൂന്ന് എക്സ്പെരിമെൻറ്റിലും കിട്ടുന്ന ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, മൂന്നിലും കിട്ടുന്ന റിസൾട്ട് വെൻ എവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ മൂന്ന് കേസിലും മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഫീൽഡ് ലൈൻസിലെ എണ്ണത്തിൽ ആ C1 എന്നുള്ള കോയിലിന് ചുറ്റും, C1 ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, ആ C1ന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിൽ, ചുറ്റുമുള്ള എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ, ആ C1 സെൻറ്ററിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിൽ ചേഞ്ച് വരുന്നു. അതിന് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. അപ്പോൾ വെൻ എവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ കോയിൽ,
due to this relative motion, maybe due to bar magnet, or maybe due to the current carrying coil, or maybe due to switching on and switching off. Okay, ഈ കേസിലൊക്കെ മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തുണ്ടാവുന്നു, ചേഞ്ച് ഉണ്ടാവും. ആ കേസിലെല്ലാം C1 എന്നുള്ള കോയിൽ, ഫസ്റ്റ് കോയിൽ, an EMF is induced. So whenever there is a change in magnetic flux associated with a coil, an EMF is induced in the coil, and this phenomenon is known as electromagnetic induction. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ്. മാഗ്നറ്റിക്സ് ആൻഡ് മാറ്ററിലും മൂൺ ചാർജസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഫസ്റ്റ് ചാപ്റ്ററിൽ. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ഒരു പർട്ടിക്കുലർ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനാണ് എന്ത് വിളിക്കുക? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ എങ്ങനെ എഴുതാം? ഫൈ ബി എന്നാണ് എഴുതുക. ഇലക്ട്രിക് ഫ്ലക്സിന് ഫൈ ഇ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് ഫൈ ബി ഇസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ or B dot A. Here A is taken as a vector and called as area vector. എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കും? ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഏതാണോ എടുത്തിരിക്കുന്നത് ആ ഏരിയക്ക് വരയ്ക്കുന്ന ഔട്ട്വാർഡ് നോർമലാണ്. ഫീൽഡിലുള്ള ഒരു ഓപ്പൺ ഏരിയ ആണെങ്കിൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ഔട്ട്വാർഡ് നോർമൽ വരയ്ക്കുക, അതായിരിക്കും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ. ആൻഡ് ഇറ്റ് ജനറലി ദാറ്റ് ഔട്ട്വാർഡ് നോർമൽ is represented by unit vector n cap. Okay, so electric flux, just like electric flux, magnetic flux is equal to B dot A or BA cos theta. Okay, for a surface with a different orientations or a closed surface with a different shapes, okay, then total flux is equal to B1 dot A plus B2 dot A plus അങ്ങനെ പോകും. ഓക്കെ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ B dot A1 plus B dot A2 അങ്ങനെ വരും. അല്ല, പിന്നെ ക്ലോസ്ഡ് സർഫസിൻ്റെ സ്മോൾ സർഫസിൻ്റെ ടോട്ടൽ ചെയ്യുന്ന കേസുകൾ ഇലക്ട്രിക് ഫ്ലക്സിൽ ചെയ്ത് ഓർമ്മ ഉണ്ടാവും. ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ബി ഡോട്ട് ഡി എ ഓർ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എ. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്ന വെബറാണ്. ഓക്കെ, ആൻഡ് 1 വെബർ ഇസ് ഈക്വൽ ടു ടെസ്ല മീറ്റർ സ്ക്വയർ. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് മാക്സ്വെൽ ആണ്. ഇൻ ഷോർട്ട് മാക്സ് എന്ന് പറയും. ഓക്കെ, മാക്സ്വെൽ എന്ന് പറയും. അതിൻ്റെ കൺവേർഷൻ 1 മാക്സ്വെൽ ഇസ് ഈക്വൽ ടു 1 ഗോസ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 1 ടെസ്ല ഇസ് ഈക്വൽ ടു 10 raised to 4 ഗോസ്. Therefore 1 വെബർ is equal to 10 raised to 8 Maxwell. That's all about magnetic flux. Faraday's law of electromagnetic induction. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ ആണ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഇലക്ട്രോ ഡൈനാമിക്സിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ വായിക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഓർ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ സർക്യൂട്ട്. ഓക്കെ, അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന EMF, ഡെവലപ്പ് ചെയ്യുന്ന EMF, ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് പ്രൊപ്പോർഷനാണ്? മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ടൈമിനനുസരിച്ചുള്ള ചേഞ്ചിന് പ്രൊപ്പോർഷൻ. ഫ്ലക്സിൻ്റെ ചേഞ്ചിന് മാത്രമല്ല, അത് എത്ര സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് പ്രൊപ്പോർഷനാണ് എന്നാണ്. ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സർക്യൂട്ടിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നതിൻ്റെ റീസൺ മാഗ്നറ്റിക് ഫ്ലക്സിനുണ്ടാവുന്ന ചേഞ്ചാണ്. സോ ദ ബേസിക് റീസൺ ഫോർ ഇൻഡ്യൂസ്ഡ് EMF ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓർ സിംപ്ലി ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇൻ പെർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ. ഇതാണ് ഫാരഡേസ് ലോയുടെ ബേസ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഏത് സന്ദർഭത്തിലും ആ സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും എന്നാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. ഓക്കെ, മാത്തമാറ്റിക്കലി നമുക്കിങ്ങനെ പറയാം, ഇൻഡ്യൂസ്ഡ് EMF ഫിസിക്കലി മൈനസ് d∅b/dt. ഓക്കെ, for n turns, for a coil of n turns, for a single coil ആണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്. for a coil of n turns, induced EMF is minus n d∅b/dt. 5b means നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ magnetic flux. The negative sign in this Faraday's law indicates that the polarity of induced EMF or the direction of induced current. അത് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ നെഗറ്റീവ് സൈൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ലെൻസ് ലോ എന്നുള്ള ഐഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അതുകൂടി ഇതിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. Lenz law. Okay, the polarity of induced EMF is in such that it tends to produce a current which opposes the change in magnetic flux that produces it.
or simply induced current will always oppose the cause producing it. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കൂ, ഒന്നാമത്തെ കാര്യം ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ പൊളാരിറ്റി മീൻസ് ഇ എം എഫ് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് ആണ് അല്ലേ, ആ വോൾട്ടേജിൻ്റെ പൊളാരിറ്റി ഉണ്ട്, ഒരു എൻഡ് പ്ലസ് മറ്റേ എൻ്റെ സർക്യൂട്ടിൻ്റെ വേറെ എൻഡ് മൈനസ് ആവണമല്ലോ. ആ പൊളാരിറ്റി അത് എന്തിനനുസരിച്ചായിരിക്കും, അത് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കറണ്ട് ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടായ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടായ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും അതിൽ കറണ്ട് ഫ്ലോ ചെയ്യുക. ആ കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു പൊളാരിറ്റിയാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുക എന്നാണ്. എങ്ങനെയാണ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ മറ്റൊരു കാര്യം നമുക്ക് പറയാം. ആ കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ആൾറെഡി അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാനും മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാം പറ്റും ആ രീതിയിൽ. കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് BA cos θ ആണല്ലോ, അതിൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണോ ചേഞ്ച് ഇ എം എഫ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ട്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പിന്നെ അത് കൊണ്ടുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കൊണ്ട് ഒരു കറണ്ട് ഉണ്ടാവും, ആ കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴും അതിന് ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നാണ് നമ്മൾ ഈ ലോ പറയുന്നത്. അതിൻ്റെ സിമ്പിളായിട്ടാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ആൾവേസ് ഒപ്പോസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. കോസ് ഫോർ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, സോ ലെൻസ് ലോ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഒരു എക്സാമ്പിൾ നോക്കൂ. വി ഹാവ് എ സർക്കുലർ കോയിൽ, കണ്ടില്ലേ, ഒരു ഫിഗർ കണ്ടില്ലേ, സർക്കുലർ കോയിൽ. അതിൻ്റെ അടുത്തേക്ക് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. കാരണം മാഗ്നറ്റ് അടുത്തേക്ക് വരുമ്പോൾ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നത്, ഫ്ലക്സ് കൂടുന്നുണ്ട്, ആ കോയിലിന് ചുറ്റുള്ള ഫ്ലക്സ് കൂടുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ച പോലെ നോർത്ത് പോളിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ അതിന് പുറത്ത് ദൂരേക്ക് കൊണ്ടുവരുമ്പോൾ, കോയിലിൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് കൊണ്ടുവരുമ്പോൾ ഫ്ലക്സിലൊരു കുറവ് വരുന്നുണ്ട്, കോയിലിന് ചുറ്റുള്ള ഫീൽഡിൻ്റെ കുറവാണ് കാരണം. ഓക്കെ, ആ കോയിലിൻ്റെ ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിൽ ചേഞ്ച് വരുന്ന കേസിലൊക്കെ ആ കോയിലിൻ്റെ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ട്. ഇവിടെ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റാണ്. ഫ്ലക്സ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത് ഈ സർക്കുലർ ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഒന്നാമത്തെ കേസ് നോക്കൂ. അപ്പോൾ നോർത്ത് പോൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇറ്റ് ഷുഡ് ബി എങ്ങനെയായിരിക്കണം, ഈ ഫ്ലക്സ് ചേഞ്ചിന് കാരണം എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. നോർത്ത് പോൾ അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാണ്, അതുകൊണ്ടാണ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ഈ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് കൊണ്ട് ഈ മാഗ്നറ്റിൻ്റെ അപ്രോച്ചിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റണം, അതായത് ഇൻക്രീസ് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ കോയിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്താൽ നമുക്കറിയാം, ആൻറ്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഫ്ലോ ചെയ്താൽ ആ കോയിലിൻ്റെ സൈഡ് നോർത്ത് പൊളാരിറ്റി ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസിൽ സെൻസ് ഓഫ് കറണ്ട് ഫ്ലോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോളായിട്ടാണ്, കോയിലിൻ്റെ നോർത്ത് പോളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം ഒരു കോയിലും മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. ഏത് സൈഡാണോ ക്ലോക്ക് വൈസ് കറണ്ട് വരുന്നത് അതിൻ്റെ സൗത്ത് ആയിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ നോർത്ത് പോളായിട്ടുമാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ, ഈ കൺസെപ്റ്റാണ് ഇവിടെ ശ്രദ്ധ. അപ്പോൾ നോർത്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നോർത്തും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് ആക്ച്വലി ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ആക്ച്വലി ഒപ്പോസിങ് ദ ഇൻക്രീസ് ഇൻ ഫ്ലക്സ്. മാഗ്നറ്റിൻ്റെ അപ്രോച്ചിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പോസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫിഗർ നോക്കൂ. നോർത്ത് പോളിനെ നമ്മൾ കോയിലിന് ദൂരേക്ക് കൊണ്ടുപോകാം, ഫ്ലക്സ് കുറയാണ്. എന്താ കാരണം, ഫീൽഡ് കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ കോയിലിന് ചുറ്റുള്ള ഫ്ലക്സിൽ കുറവ് വരുന്നു, കോയിലിൻ്റെ ക്രോസ് സെക്ഷനിലൂടെയുള്ള ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിൽ കുറവ് വരുന്നു. അപ്പോൾ വീണ്ടും ഇ എം എഫ് ഉണ്ടാവും ഫാരഡേസ് ലോ പ്രകാരം അല്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കേണ്ടത് നോക്കൂ, ഫീൽഡ് കുറയാണ്. അപ്പോൾ ആ കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് അവിടെ ഫീൽഡിനെ സ്ട്രെങ്തൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഫ്ലക്സിൻ്റെ ഡിക്രീസിന് എന്താണോ കാരണം അതിനെ ഒപ്പോസ് ചെയ്യണം. അത് നോർത്ത് പോൾ പോയതാണ് കാരണം. അപ്പോൾ നോർത്ത് പോളിനെ അട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ കോയിലിൽ കറണ്ട് ക്ലോക്ക് വൈസ് ഫ്ലോ ചെയ്തിട്ട് ഒരു സൗത്ത് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. ഈ സൗത്തും നോർത്തും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ആദ്യത്തെ കേസിലോ നോർത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്, നോർത്താണ് വരുന്നത്, നോർത്തും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. ഈ രണ്ട് കേസുകളിലും ഈ കോയിലുണ്ടാവുന്ന കറണ്ട് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു. ഒന്നാമത്തെ കേസിൽ ഫ്ലക്സിൻ്റെ ഇൻക്രീസിനെ ഒപ്പോസ് ചെയ്യുന്നു, രണ്ടാമത്തേൽ ഫ്ലക്സിൻ്റെ ഡിക്രീസിനെ ഒപ്പോസ് ചെയ്യുന്നു. സോ ദാറ്റ്സ് റൈറ്റ് പോയിന്റ്. ഓക്കെ, ഇതാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ലെൻസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി ലെൻസ് ലോ ഈസ് എ കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഓർ ലെൻസ് ലോ ഈസ് ബേസിക്കലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള കാര്യമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ലെൻസ് ലോ ആക്ച്വലി ഫോളോ ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് എന്നാണ് പറയുന്നത്. അതായത് ലെൻസ് ലോ പ്രകാരം നമ്മൾ ഇങ്ങനെ അതിനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യിക്കാം. ഇൻ ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ ദ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി, റൈറ്റ്? Okay, if the polarity of coil is against the Lenz law,
ലെൻസിലൊക്കെ എതിരായിട്ടാണ്, നേരത്തെ പറഞ്ഞതിന് എതിരായിട്ടാണ് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ then the south pole due to the induced current will face an approaching north pole of the magnet and hence the bar magnet gains kinetic energy without expending any energy. See, നോർത്ത് പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ സൗത്ത് പോളാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നോർത്തും സൗത്തും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ദ മാഗ്നറ്റ് വിൽ ഗെയിൻ എനർജി വിത്തൗട്ട് എനി എക്സ്പെൻഡിച്ചർ ഓഫ് എനി അതർ ഫോം ഓഫ് എനർജി. അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നോർത്ത് പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ കോയിൽ നോർത്ത് പോളെ ഡെവലപ്പ് ചെയ്യാവൂ, തിരിച്ചും അതാണ്. ഓക്കെ, ദിസ് വയലേറ്റ്സ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതുകൊണ്ട് ഒരിക്കലും അത് സംഭവിക്കുന്നില്ല. ഓക്കെ, ഇഫ് ദ പൊളാരിറ്റി ഈസ് ആസ് പെർ ലെൻസ് ലോ, ഇനി ലെൻസ് ലോ പ്രകാരമാണെങ്കിലോ പൊളാരിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഫിഗർ അനുസരിച്ചുള്ള രീതിയിലാണെങ്കിലോ the bar magnet experience a repulsive force due to the induced current. ഫസ്റ്റ് കേസിൽ റിപ്പൽസീവ് ഫോഴ്സ്, രണ്ടാമത്തെ കേസിൽ മാഗ്നറ്റിനെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അട്രാക്റ്റീവ് ഫോഴ്സ്. ഈ 2 കേസിലും അവിടെ ആ മാഗ്നറ്റിൻ്റെ മോഷന് ഒരു ഒപ്പോസിഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദ പേഴ്സൺ ഹാസ് ടു ഡു വർക്ക് ഇൻ മൂവിങ് ദ മാഗ്നറ്റ്. ദിസ് എനർജി സ്പെൻഡ് ബൈ ദ പേഴ്സൺ ഈസ് ഡിസിപ്പേറ്റഡ് ബൈ ജൂൾസ് ഹീറ്റിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഡ്യൂസ്ഡ് കറന്റ്. അപ്പോൾ ഇവിടെ ദ മെക്കാനിക്കൽ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. ചിലപ്പോൾ അത് മാഗ്നറ്റിക് അട്രാക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ മാഗ്നറ്റിക് റിപ്പൽഷൻ. ഒന്നാമത്തെ കേസിൽ മാഗ്നറ്റിക് റിപ്പൽഷനാണ്, രണ്ടാമത്തെ കേസിൽ മാഗ്നറ്റിക് അട്രാക്ഷൻ. ഈ മാഗ്നറ്റിക് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ് അവിടെ എന്തായിട്ട് മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. സോ ദാറ്റ്സ് വൈ വി യൂസ് ടു സേ ദാറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും ലെൻസ് ലോയും ആക്ച്വലി ഈക്വലൻ്റ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, എങ്ങനെയൊക്കെ ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസ് ചെയ്യാം നോക്കൂ. അടുത്തൊരു കാര്യം, വേസ് to increase the induced EMF. നോക്കൂ, by increasing the number of turns and by changing the magnetic flux. Magnetic flux can be changed by 3 ways. BA cos theta എന്നാണ്, by increasing or decreasing magnetic field, by changing area, okay, ഫ്ലക്സിലുള്ള ഏരിയ, പിന്നെ by changing the angle between B and A. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ആംഗിൾ ചേഞ്ച് ചെയ്യുക? നമുക്കറിയാം, റൊട്ടേറ്റിംഗ് ദ കോയിൽ, ബൈ റൊട്ടേറ്റിംഗ് ദ കോയിൽ ഇൻ എ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ടോ അത് നമുക്ക് ആംഗിൾ ചേഞ്ച് ചെയ്യിപ്പിക്കാം. ഇനി എങ്ങനെയാണ് ഏരിയ ചേഞ്ച് ചെയ്യിപ്പിക്കുക? ഒരു കോയിലിൻ്റെ ഏരിയ ഷ്രിങ്ക് ചെയ്യിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോയിലിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചിട്ടോ നമുക്ക് ബൈ ഷ്രിങ്കിങ് ഓർ സ്ട്രെച്ചിങ് എ കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെയാണ് നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFനെ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റും, ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് ജനറലി പറഞ്ഞത്. ഇതുപോലെ ഏരിയ കുറയ്ക്കുന്ന കേസോ അതുപോലെ ആംഗിൾ ചേഞ്ച് ചെയ്യുന്ന കേസിലോ കൂടുന്ന കേസും ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്ന കേസും വരാം, ഡിക്രീസ് ചെയ്യുന്ന കേസും വരാം. ഈ 2 കേസിലും മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവും, അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മോഷണൽ EMF. ഇത് ആക്ച്വലി ഇൻഡ്യൂസ്ഡ് EMF തന്നെയാണ്. ഇത് ഒരു മൂവിങ് കണ്ടക്ടർ, ലീനിയർ ആയിട്ടുള്ള ഒരു മൂവിങ് കണ്ടക്ടറിൽ, ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ മോഷണൽ EMF എന്ന് വിളിക്കുന്നത്. എന്താണ് മോഷണൽ EMF? ഇറ്റ്സ് എ EMF ഇൻഡ്യൂസ്ഡ് ബൈ ദ മോഷൻ ഓഫ് എ കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് സച്ച് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് വെലോസിറ്റി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇസ് കോൾഡ് മോഷണൽ EMF. ഓക്കെ, അതാണ് ഡെഫിനിഷനായിട്ട് ഓർക്കേണ്ടത്. നമുക്ക് ഒരു ഫിഗർ എടുക്കും, ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം, അതിൽ ഒരു കണ്ടക്ടർ മാത്രം, PQ എന്നുള്ള കണ്ടക്ടർ മാത്രം മൂവബിൾ ആണ്. ഇറ്റ് ക്യാൻ ബി സ്ലൈഡർ, ക്യാൻ ബി ലെഫ്റ്റ് ഓർ റൈറ്റ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു മെറ്റൽ കണ്ടക്ടറാണ് ആൻഡ് ഇറ്റ് ഇസ് പ്ലേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. ക്രോസ് മാർക്ക് കണ്ടില്ലേ, ഇൻവാർഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, അങ്ങനെ അതിലൂടെ മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും PQയിൽ എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട്, PQRS എന്നുള്ളൊരു ക്രോസ് സെക്ഷൻ ഉണ്ട് അല്ലേ. ആ ക്രോസ് സെക്ഷനിലൂടെ മൂവ് ചെയ്യുമ്പോൾ സമയത്ത് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഇക്വേഷൻസിലേക്ക് വരാം. ഇപ്പോൾ അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, ഇപ്പോൾ ഉള്ള PQ എന്നുള്ള കണ്ടക്ടർ അതിൻ്റെ എൻഡിലേക്കുള്ള ലെങ്ത് x ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് 5B = BLX and B is the magnetic field, where x is changing with time. When it moves towards left with a velocity v without accelerating, there is a change in flux, rate of change of magnetic flux. So no doubt there will be induced EMF. എങ്ങനെയാണ് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നത്? ഏരിയ കുറഞ്ഞു വരികയാണ്. BLXൽ L × X ആണ് ഏരിയ ആ റെക്റ്റാങ്കിളിൻ്റെ, അതിൽ x കുറയുന്നുണ്ട്, അപ്പോൾ ഫ്ലക്സിൽ കുറവ് വരുന്നുണ്ട്, ഏരിയ കുറയുന്നുണ്ട്, ഫ്ലക്സ് കുറയുന്നുണ്ട്. Okay, so induced EMF is minus d∅b/dt is minus d/dt of BLX. Is minus b into L constants and dx/dt. What is dx/dt? Rate of change of position. So that is velocity. So induced EMF is equal to BLV. ഇവിടെ എങ്ങനെയാ ഈ മൈനസ് ഒഴിവായതുകൂടി മനസ്സിലാക്കുക. dx/dt is negative here. കാരണം എന്താ, x is decreasing. അപ്പോൾ അതിൻ്റെ dx/dt എന്താണ്? നെഗറ്റീവ് ആണ്. അവിടെ മൈനസ് ഓഫ് മൈനസ് ആണ് പ്ലസ് ആയത്. So motional EMF is equal to BLV and this is called as motional EMF. Okay, then energy conservation of motional EMF, a quantitative study.
ഇതേ മോഷൻ ഇ എം എഫിനെ നമുക്ക് എങ്ങനെ എനർജി കൺസർവേഷനായിട്ട് കണക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. We discussed the qualitatively that Lenz's law is consistent with the law of conservation of energy. Now we shall explore this aspect further with a concrete example. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചു. Let R be the resistance of the movable arm PQ. PQ എന്നുള്ള ആമിൻ്റെ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ. ഓക്കെ എന്നെടുത്തു. ഓക്കെ റെക്ടാങ്കുലർ കണ്ടക്ടറിൽ ഈ ആമിന് മാത്രമേ റെസിസ്റ്റൻസ് ഉള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ വി അസ്യൂം ദാറ്റ് ദ റിമൈനിങ് ആംസ് ഹാവ് നോ റെസിസ്റ്റൻസ് അറ്റ് ആൾ. ഓക്കെ then the rectangular loop is having resistance small r and this does not change PQ's mode. Okay, കാരണം വേറെ എവിടെയും റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ലെങ്ത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് ടോട്ടൽ ക്ലോസ്ഡ് പാത്തിന് ചേഞ്ച് വരുന്നതുകൊണ്ട് റെസിസ്റ്റൻസിൽ മാറ്റം വരുന്നില്ല. സോ ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് BLV and induced current is equal to BLV by R. Right? On the arm, the force exerted by the magnetic field, കാരണം അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടും. നമ്മൾ പഠിച്ചാണ് വെൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫോഴ്സ്, ലോറൻസ് ഫോഴ്സ് അല്ലേ. നമ്മൾ പഠിച്ചാണ് IL ക്രോസ് P എന്ന് പഠിച്ചാണ്. BIL സൈൻ തീറ്റ തൊട്ട് മുമ്പുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ദ ആം ഈസ് I into L cross P is directed towards right direction. ഓക്കെ എങ്ങോട്ടാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു IL ക്രോസ് P എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. സോ അതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഫിസിക്കൽ BIL സൈൻ തീറ്റ. സോ B ഇൻറ്റു I എന്നുള്ളതിന് നമുക്ക് BLV by R എന്ന് കൊടുക്കാം. ഇൻറ്റു I ഓക്കെ സൈൻ 90 എന്ന് വരും. ഇവിടെ 90 ആംഗിൾ വരും. സോ B സ്ക്വയർ L സ്ക്വയർ V by R എന്ന് വരും. സോ ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ. സോ ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫോഴ്സ്. ദെൻ വാട്ട് ഈസ് ദ പവർ റിക്വയർഡ് ടു ഡു ദിസ്? ഓക്കെ ഇതിന് ഈ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയും ഫോഴ്സ് നമ്മൾ ഓപ്പോസിറ്റ് കൊടുത്താലേ നമുക്ക് ആ കണ്ടക്ടറിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. മാഗ്നറ്റിക് കറണ്ട് മൂവ് ചെയ്യുമ്പോഴൊക്കെ കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാവും ഡ്യൂ ടു ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഓക്കെ മോഷൻ ഇ എം എഫ് കൊണ്ട് ഉണ്ടാകുന്ന കറണ്ടാണ്. ഇനി ആ കറണ്ട് കൊണ്ട് ഇതിലൊരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. എങ്ങോട്ടാണോ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട്. സോ എത്ര ഫോഴ്സ് നമ്മൾ തിരിച്ചു കൊടുക്കണം? ഇതേ ഫോഴ്സ് B സ്ക്വയർ L സ്ക്വയർ V by R കൊടുത്താലേ ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ ലെഫ്റ്റിലേക്ക്. ശരി. സോ വാട്ട് ഇസ് എ പവർ റിക്വയർഡ്? പവർ ഇസ് ഇക്വൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. സോ പവർ ഇസ് ഇക്വൽ ടു B സ്ക്വയർ L സ്ക്വയർ V സ്ക്വയർ ബൈ R. ഇതാണ് പവർ റിക്വയർഡ്. ഇനി നോക്കൂ, ഇങ്ങനെ ഒരു വർക്ക് നമ്മൾ ചെയ്ത് ആ ഒരു പവർ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ലെഫ്റ്റിലേക്ക് നീക്കുന്നത് വിത്ത് എ വെലോസിറ്റി V. സോ ഇപ്പോൾ എത്ര ഇലക്ട്രിക്കൽ എനർജി അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദ ജൂൾ ഹീറ്റ് എഫക്റ്റ് വെച്ചിട്ട് ജൂൾസ് ലോ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും പവർ ഡിസിപ്പേറ്റഡ് ആസ് ജൂൾസ് ഹീറ്റ്. സോ പവർ ഇസ് ഇക്വൽ ടു I സ്ക്വയർ R. I നമുക്കറിയാം BLV by R കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? B സ്ക്വയർ L സ്ക്വയർ V സ്ക്വയർ ബൈ R. സി പവർ റിക്വയർഡ് ഈസ് B സ്ക്വയർ L സ്ക്വയർ V സ്ക്വയർ ബൈ R ആൻഡ് പവർ ഡെവലപ്ഡ് ഈസ് B സ്ക്വയർ L സ്ക്വയർ V സ്ക്വയർ by R. സോ ഇത് രണ്ടും ഈക്വലൻ്റ് ആണല്ലോ. ഇതാണ് എനർജി കൺസർവേഷൻ ഓഫ്